ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സദ്യ സ്പെഷ്യൽ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ എല്ലാ വീടുകളിലും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന കറി റെസിപ്പി ഏതാണെന്ന് വെച്ചാൽ സാമ്പാറാണ്. നമ്മളെല്ലാവരും പല വിധത്തിലാണ് സാമ്പാർ തയ്യാറാക്കിയെടുക്കുന്നത്. തേങ്ങ വറുത്തരച്ചും അല്ലാതെയും തയ്യാറാക്കാറുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാമ്പാർ തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഇനി 100 ഗ്രാം പരിപ്പ് നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വേകാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഇത്രയും പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ക്വാണ്ടിറ്റി കുറച്ചാണ് തയ്യാറാക്കുന്നത്. പച്ചക്കറി എടുക്കുമ്പോൾ നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും സാമ്പാറിന് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ വേകാനായി വച്ചിരുന്ന പരിപ്പൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പെല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങൾ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പുപൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പച്ചക്കറി വേകാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വച്ചാൽ മതി. അപ്പോൾ അധികം കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകത്തില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ട പൊടികൾ വറുത്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ 1/4 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊടികളെല്ലാം നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് കുക്കറിൽ വിസിലൊക്കെ വന്ന് കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കറി കഷ്ണങ്ങൾ വറുത്ത് വച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയുടെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇനി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇനി ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ കുറുകിയ ചാറോട് കൂടിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4-5 തണ്ടോളം മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ലോ ഫ്ലെയിമിലിരുന്ന് 3 മിനിറ്റെങ്കിലും നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച്
ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വന്ന ശേഷം 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും നല്ലതുപോലെ പൊട്ടി വന്ന ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നേരെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു സാമ്പാർ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടമാകും. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. റെസിപ്പികൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായും ഇതുപോലൊരു സാമ്പാർ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ അതിനടുത്ത് ഹൈപ്പ് എന്ന ഓപ്ഷനുമുണ്ട്, അതൊന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.